പ്രോഫോം മാച്ച് വഴി നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫോം മാച്ച് എന്ന് പറഞ്ഞ ഒരു സൈറ്റിന്റെ ബെനിഫിറ്റിനെ കുറിച്ചാണ്. ഞാൻ ഡൗൺ സൈഡിൽ കൊടുത്തുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ക്രോമിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രോഫോം മാച്ചിലേക്ക് നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ലോഗിൻ കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. അതിനുശേഷം ലോഗിൻസും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രോഫോംസിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അക്കൗണ്ട് നമുക്ക് റിവ്യൂസും കാര്യങ്ങളും ഈ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൺട്രീസ്, ഏത് കൺട്രീസിലാണ് രജിസ്റ്റർ ആയിട്ടുള്ളത്, എത്ര വർഷമായി ഇതിന്റെ ഫീൽഡിലുള്ളത്, അസറ്റ്സ്, പ്ലാറ്റ്ഫോംസ്, മാക്സ് അലോക്കേഷൻസ്, എത്ര ഫണ്ട് വരെ നമുക്ക് അതിൽ മാക്സിമം ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത് ഡിസ്കൗണ്ടുകളാണ്. പ്രോഫോം മാച്ച് വഴി നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇവന്റ്സുകളും വരുന്ന സമയത്ത് ഇപ്പം ബ്ലാക്ക് ഫ്രൈഡേന്റെ ഓഫേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഫ്രൈഡേ ക്ലിക്ക് ചെയ്യാനാണെന്നുണ്ട്, ഞാനിപ്പോൾ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൽഫ ക്യാപിറ്റലിന്റെ 30% ഉണ്ട്, 5% 20% ഉണ്ട്, ഫണ്ട് പിപ്സിന് 25% ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട്സുകൾ നമുക്ക് യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എവിടെയൊക്കെയാണ് ഡിസ്കൗണ്ട്സുകൾ കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് ഓക്കെ ആണ്, ആ ഒരു ഫേം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെ ബൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട്സിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്ലസ് പോയിന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, നിങ്ങൾ ഈ ഒരു പ്രോഫോം മാച്ച് വഴി ബൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ ഒരു പോയിന്റ്സ്. ആ ഒരു പോയിന്റ്സ് ഗെയിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് 5K, 10K, 25K നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള പോയിന്റ്സുകൾ അച്ചീവ് ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു അക്കൗണ്ടുകൾ അൺലോക്ക് ചെയ്തെടുക്കാനെല്ലാം പറ്റുന്നതാണ്. അതേപോലെ ആ ഒരു പോയിന്റ്സുകൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയും ഒരു കുറച്ച് ക്രൈറ്റീരിയാസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്തിട്ടും വേണമെങ്കിൽ ആ ഒരു അക്കൗണ്ട്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. എവിടെയൊക്കെയാണ് ഡിസ്കൗണ്ട്സ് ഉള്ളത്, അതേപോലെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഫണ്ട് പിപ്സ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ റിവ്യൂസ് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ആ ഒരു പ്രോഫോം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ റിവ്യൂസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓവർവ്യൂവിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലിക്വിഡിറ്റി പ്രൊവൈഡർ, അതേപോലെ തന്നെ പ്ലാറ്റ്ഫോമുകൾ, പേയ്മെന്റ് മെത്തേഡ്സ്, പേ ഔട്ട് മെത്തേഡ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ലിവറേജസ്, അതേപോലെ റൂൾസും കാര്യങ്ങൾ, അക്കൗണ്ട്സിന്റെ കൺസിസ്റ്റൻസി റൂൾസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിസ്കൗണ്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ട്രേഡിംഗ് സ്റ്റൈലിനെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് വന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഫോം മാച്ചിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, സൈനപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ക്രോമിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് സൈനപ്പും കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ബൈ.